വെച്ച് നെക്കി ഒരു സ്ഥലത്ത് വെച്ച് നെക്കി വിടണം കേട്ടോ. നിലത്തെത്തുമ്പോഴേക്കും വിടുമ്പോൾ ഇത് ചാടിപ്പോകുന്നതാണ്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരൊറ്റ പേപ്പർ മാത്രം വേണ്ടിയിട്ട് ഇത് നമ്മൾ ആദ്യം തന്നെ ഈ ത്രികോണ രീതിയിൽ നമുക്ക് ഇത് മടക്കാനുള്ളതല്ല. നമുക്ക് സ്ക്വയർ ഷേപ്പിലായിട്ട് ഇത് കീറിയെടുക്കട്ടെ. സ്കെയിലോ അല്ലെങ്കിൽ കത്രിക വെച്ച് കീറിയെടുക്കാം. ഇനി നമ്മൾ ഇതുപോലെ നല്ലോണം അമർത്താം. ഈ വര നമുക്ക് നമ്മളിത് മുറിക്കാം. ഒരു പേപ്പർ കൊണ്ടാണ് നമുക്ക് 2 ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇത് അപ്പത്തെ ഇപ്പത്തെ പൊന്തിട്ട് ഈ ഒരു ഭാഗം ഇവിടെ ഉണ്ടാകും. ഇത് കൂർപ്പായി കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ശേഷം ഈ ഭാഗം ഇവിടേക്ക് ആയിട്ട് ഇതുപോലെ തന്നെ അപ്പുറത്താവും. ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇഷ്ടമുള്ളൊരു ഭാഗം ഇവിടെയോ ഇഷ്ടമുള്ള ഭാഗത്ത് നമുക്ക് ബേക്ക് ആക്കാം. ഈ ബേക്ക് ഇങ്ങനെ പൊന്തിച്ച് ഇപ്പം ഈ ഭാഗം ഉണ്ടാവും, ആ ഭാഗം ഇതുപോലെ തന്നെ ഈ ഭാഗത്തെ പോലെ തന്നെ ഇവിടെ ആക്കിയാൽ മതി. പക്ഷെ ഇത് ഇവിടെ ഉണ്ടല്ലോ ഒരു ഫോട്ടോ ഉണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് വെക്കണം. ഇത് ഏകദേശം രൂപ ആയിട്ടുണ്ട്. ഏകദേശം രൂപയായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഭാഗത്തും ഒരു കണ്ണ് വരച്ചിട്ട് ആക്കാൻ പറ്റും. ഇനി ഉണ്ടാക്കാൻ പോകുന്ന ചാടാൻ പറ്റുന്നത്, ഇതിപ്പോൾ ചാടാനല്ല, ഇങ്ങനെ വെച്ച് കയറി കിട്ടും. ഇനി ഈ ബേക്ക് ഭാഗം ഇങ്ങനെ ആക്കിയതിന് ശേഷം ഈ ബേക്കോട്ട് മടക്കിയതിന് ശേഷം ഇത് കുറച്ച് അമർത്തിയിട്ട് മടക്കുക. പക്ഷെ ഒരു കട്ടി ഉണ്ടാകും. ഇങ്ങനെ മടക്കുമ്പോൾ ഒരു കട്ടി ഉണ്ടാകണം. ഇങ്ങനെ നമ്മൾ തവള ഇവിടെ റെഡിയാകും. ഇതുപോലെ കുറേ എണ്ണം ഉണ്ടാക്കാം നമുക്ക്. പിന്നെ ഇതൊരു പേപ്പർ കൊണ്ട് 2 എണ്ണം ഉണ്ടാക്കാം. ഞാൻ ഒന്നേ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പം തുടങ്ങിയതേ ഉള്ളൂ. എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, അതിലാണ് നമ്മൾ തവളേനെ കുറിച്ച് ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്. എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവും. ടാറ്റ.